ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ സാൻസ്ക്രിത് ലിറ്ററേച്ചർ സീരീസിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓഥർ ഹർഷവർദ്ധന എന്ന് പറയുന്ന കിങ് ആണ്. ഹർഷവർദ്ധന എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് രത്നവല്ലി. രത്നവല്ലി എന്ന പേര് തന്നെയാണ് ഇതിലുള്ള മെയിൻ ക്യാരക്ടറിൻ്റെയും പേര്. സിലോൺ അഥവാ ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന കിങ്ങിൻ്റെ ഡോട്ടർ, അതായത് രാജകുമാരിയായിരുന്നു രത്നവല്ലി. ഈ രത്നവല്ലിയും ഉദയാന എന്ന് പറയുന്ന കിങ്ങുമായിട്ടുള്ള ലവ് സ്റ്റോറിയാണ് ഈ ഒരു കഥയുടെ ഇതിവൃത്തം. രത്നവല്ലി എന്ന വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് പ്രീഷ്യസ് ഗാർലൻഡ് എന്നാണ്. ഇതൊരു കോമഡി റൊമാൻസുമായിട്ട് നമുക്ക് മോഡേൺ സെൻസ് വേണമെങ്കിൽ റോംകോം എന്ന് വിളിക്കാൻ പറ്റും. സിലോൺ അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതിലെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോസാംബിയാണ്. നമുക്കറിയാം, ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. സോ ഒബ്വിയസ്ലി ഇതിൽ സീ വോയേജിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു കൃതിയായിട്ട് നമ്മൾ എന്തായാലും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഹോളി സെലിബ്രേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന കൃതിയാണ് രത്നവല്ലി. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ് നാഗാനന്ദ. നാഗാനന്ദ എന്ന വേർഡിൻ്റെ മീനിങ് നാഗം, ആനന്ദം, ജോയ് ഓഫ് ദ സർപ്പൻസ് എന്നാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ജിമുതവാഹന. ഇദ്ദേഹം ഒരു പ്രിൻസാണ്. അപ്പോൾ ഗരുഡ, അതായത് ഡിവൈൻ ആയിട്ടുള്ള ഗരുഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർപ്പൻറ്റിൻ്റെ സാക്രിഫൈസ് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ കൊടുക്കുന്നതാണ് ഇതിൻ്റെ പ്ലോട്ട്. ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടൊരു കൃതി കൂടിയാണ് ഇത്. ഇതിൻ്റെ തുടക്കത്തിൽ ബിഗിനിങ്ങിലുള്ള വേഴ്സ് ഒരു ഇൻവൊക്കേറ്ററി വേഴ്സാണ്, അതായത് ബുദ്ധനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു വേഴ്സാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നന്ദി വേഴ്സിൽ ലോർഡ് ബുദ്ധയുടെ ഇൻവൊക്കേഷൻ നമുക്ക് ഈ ഒരു ഡ്രാമയിൽ കാണാൻ സാധിക്കും. നാഗാനന്ദയുടെ ഒരു റീടെല്ലിംഗ് ആണ് പലപ്പോഴും കേരളത്തിൽ കാണുന്ന കൂടിയാട്ടത്തിലുള്ള സ്റ്റോറി. ഹർഷവർദ്ധനയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതിയാണ് പ്രിയദർശിക. ഇത് ഉദയാന എന്ന് പറയുന്ന കിങ്ങിൻ്റെയും പ്രിയദർശിക എന്ന് പറയുന്ന ധൃതവർമ്മൻ എന്ന കിങ്ങിൻ്റെ മകളായിട്ടുള്ള രാജകുമാരിയുടെയും ലവ് സ്റ്റോറിയാണ്. ഇനി ഹർഷവർദ്ധന എഴുതിയിട്ടുള്ള കൃതികൾ നമുക്ക് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞ കൃതി രത്നവല്ലി, പ്രീഷ്യസ് ഗാർലൻഡ് എന്നാണ് മീനിങ്. അതിൽ തന്നെ ക്യാരക്ടറിൻ്റെ പേരുണ്ട്, രത്നവല്ലിയും ഉദയാനയും. ഇത് രണ്ട് ലൊക്കേഷൻസാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ഒന്ന് കോസാംബി, മറ്റൊന്ന് ശ്രീലങ്ക, അതായത് സിലോൺ ഒരു ഐലൻഡ് കൺട്രി ആയതുകൊണ്ട് സീ ട്രാവലിങ്ങിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈസി ആയിട്ട് നമുക്ക് ഓർത്തു വെക്കാൻ സാധിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്, ഹോളിയെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിക്കുന്നത്. രണ്ടാമത്തെ വർക്കാണ് നാഗ ആനന്ദ, ജോയ് ഓഫ് ദ സർപ്പൻസ്, നാഗം, ആനന്ദം. ഇതിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ജിമുതവാഹന. പിന്നെ അതുപോലെ ബുദ്ധൻ്റെ ഒരു ഇൻവൊക്കേറ്റീവ് വേഴ്സ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നന്ദി വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ കേരളത്തിലുള്ള കൂടിയാട്ടത്തിൽ ഈ ഒരു സ്റ്റോറി ഇപ്പോഴും വരാറുണ്ട്. അടുത്ത കൃതിയാണ് പ്രിയദർശിക എന്ന് പറയുന്നത് അതിലുള്ളൊരു ക്യാരക്ടർ, അതായത് ഫീമെയിൽ ക്യാരക്ടറിൻ്റെ പേരാണ്. മറ്റേ ക്യാരക്ടറാണ് ഉദയാന. പ്രിയദർശികയുടെ അച്ഛനാണ് ധൃതവർമ്മൻ. ഇവരുടെ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് ഈ ഒരു കൃതി വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നാഗാനന്ദ, എ സാൻസ്ക്രിത് പ്ലേ വിച്ച് ടെൽസ് ദ പോപ്പുലർ സ്റ്റോറി ഓഫ് വിദ്യാധർ കിങ് ജിമുതവാഹനാസ് സെൽഫ് സാക്രിഫൈസ് ടു സേവ് ദ നാഗാസ് ഈസ് ആട്രിബ്യൂട്ടഡ് ടു എംപറർ ഡാഷ്. ഇത് എഴുതിയിട്ടുള്ളത് ഹർഷ. Which one of the following books was authored by ഹർഷവർദ്ധന? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 ആണ്, രത്നവല്ലി. Which among the following play was written by ഹർഷവർദ്ധൻ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ പ്രിയദർശിക. Which of the following scholars is the author of the play നാഗാനന്ദ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ഹർഷവർദ്ധന. The Sanskrit drama Ratnavalli, about the love story of Princess Ratnavalli, is said to have been written by option 2 Harsha. Which of the following statements about King Harshvardhana are correct? ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ച ടോപ്പിക്സ് മാത്രമല്ല, ഹർഷവർദ്ധന കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓർത്ത് വെക്കേണ്ട, നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഹർഷ ഹിംസെൽഫ് റോട്ട് 3 plays, രത്നവല്ലി, പ്രിയദർശിക, നാഗമഞ്ജരി. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. ഈ 3
പ്ലേസും ഇദ്ദേഹം തന്നെ എഴുതിയാണെന്ന് നമുക്കറിയാം. സോ ഓപ്ഷൻ ഡി കറക്റ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ 2, 3, 4 ആയിരിക്കും കറക്റ്റായിട്ടുള്ള ആൻസർ. മറ്റൊരു നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബി ആണ്. ഹി വാസ് ഡിഫീറ്റഡ് ബൈ പുലകേശൻ സെക്കൻഡ്. സോ അത് രണ്ടും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിയും ബിയും വരുന്ന ഓപ്ഷന് 2യും 3യും ആണ്. പിന്നെ കറക്റ്റായിട്ടുള്ളത് സി ആണ്. ബാൻ, മൗര്യ ആൻഡ് മതംഗ ദിവാകര were the famous writers at his court. So option 3 ആണ് കറക്റ്റ് ആൻസർ. ബി, സി ആൻഡ് ഡി.